ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. 55-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വളരെ വിലപ്പെട്ട 3 ചിന്തകളാണ് ഇന്നത്തെ പഠനത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ ചിന്തകൾ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിന് മീതെ എപ്രകാരം പറന്ന് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും വിവിധങ്ങളായ പരിശോധനകൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കാറുണ്ട്. ഒരാൾക്ക് ആരോഗ്യപരമായ പരിശോധനയാണെങ്കിൽ വേറൊരാൾക്ക് സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കാം. മറ്റൊരാൾക്ക് കാരണം കൂടാത്ത ശത്രുതകളും പ്രയാസങ്ങളുമായിരിക്കാം. ഒറ്റപ്പെടലിൻ്റെയും എതിർപ്പിൻ്റെയും മറ്റുള്ള ആളുകളുടെ നിന്ദകളുടെയും ഒക്കെ പരിശോധനകൾ ജീവിതത്തിൽ അനുവദിക്കപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് തൻ്റെ മൂത്ത മകനായ അബ്ശാലൂമിൻ്റെ മത്സര കാലഘട്ടങ്ങളിലാണ്. നമുക്കറിയാമല്ലോ, തൻ്റെ മകൻ അബ്ശാലൂം എന്ന പേരിന്റെ അർത്ഥം അപ്പന്റെ സമാധാനം എന്നാണ്, പീസ് ഓഫ് ദി ഫാദർ. എന്നാൽ അപ്പന് അസമാധാനമായി ഈ മകൻ തിരിഞ്ഞു. അങ്ങനെയുള്ള ധാരാളം വീടുകളുണ്ട്. മക്കളെ വളർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ച് വിവാഹം ചെയ്യിച്ച് അവരുടെ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ശിഷ്ട കാലഘട്ടം സമാധാനം ആഗ്രഹിക്കുമ്പോൾ അസംതൃഷ്ടിയും അസമാധാനവും വിതയ്ക്കുന്ന ധാരാളം മക്കൾ പല ഭവനങ്ങളിലും ഉണ്ട്. അവരുടെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് ദാവീദിന്റെ മകനായ അബ്ശാലൂം തനിക്കെതിരായി ഗൂഢാലോചന ചെയ്ത 50 പേരെ വശീകരിച്ച് അവരോട് വലിയ പ്രോമിസൊക്കെ കൊടുത്ത് ദാവീദ് രാജാവിനും അവന്റെ സിംഹാസനം എതിരായി നിൽക്കാൻ അവരെ സംഘടിപ്പിച്ച നാളുകളിൽ ദാവീദ് ദൈവസനിൽ പാടിയ ഒരു സങ്കീർത്തനമാണിത്. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറയത്തക്ക നിലയിൽ വൈകാരികമായി വളരെ വൃണതനായിരുന്നു ദൈവദാസനായിരുന്ന ഈ ദാവീദ്. അവന് വാസ്തവത്തില് ഇങ്ങനെയുള്ള പരിശോധന അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലെ പരിശോധനകളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ജീവിത പരിശോധനകൾ, പരീക്ഷകൾ താഴെ പറയുന്ന 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മെ ആനയിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കാനായിരുന്നു. ഒന്നുകിൽ ഈ പരിശോധനകൾ നാം എന്ത് ചെയ്യും? പറന്നു പോകും, അല്ലെങ്കിൽ വളരെ അകന്നു പോകും. പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നല്ലേ ദാവീദ് പറഞ്ഞത്. പരിശോധനകൾ either that we can fly, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പറന്നു പോകും, അല്ലെങ്കിൽ we will fight, നമ്മൾ പോരാടും, അതുമല്ലെങ്കിൽ വി വിൽ ഫ്ലൈ എബവ് അവർ ട്രയൽസ്, നമ്മുടെ പരിശോധനകൾക്ക് മീതെ നാം പറന്ന് ഉയരും. അപ്പോൾ വാസ്തവത്തിൽ ഈ 3 അനുഭവങ്ങളാണ് ഒരു ദൈവത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിന്റെ പരിശോധനകളെ ആഴം വർദ്ധിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ പറന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ പോരാടും, അതുമല്ലെങ്കിൽ നമ്മൾ പരിശോധനകൾക്ക് മീതെ പറന്ന് ഉയർന്ന ജയാളികളായിത്തീരും. ഇവിടെ 1 മുതൽ 8 വാക്യങ്ങളിൽ ദാവീദ് തന്റെ വൈകാരികമായിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അതെല്ലാം പറയാൻ ഈ ഷോർട്ട് വീഡിയോയിൽ സാധിക്കുകയില്ല. ഐ പ്രസന്റ് യു എ സ്കെലിറ്റൻ ഓഫ് ദി മെഡിറ്റേറ്റീവ് തോട്ട് ഐ ഹാവ് ഫ്രം ദിസ് പോർഷൻ ഓഫ് ദി സ്ക്രിപ്ചർ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദിന്റെ വികാരാഭരിതനായി തന്റെ വൈകാരിക പ്രശ്നങ്ങൾ പറയുകയാണ്. അവൻ വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ട് സഹിക്കുന്ന, വളരെ കഷ്ടസമ്പൂർണമായ ഒരവസ്ഥയിലേക്ക് വന്നു. ഏതെങ്കിലും നിലയിൽ ഓടി മറഞ്ഞിരുന്നെങ്കിൽ, പറന്നുപോയി വിശ്രാമം കൊണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദാവീദ് ആഗ്രഹിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായതും നാം ചിന്തിക്കാത്തതുമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോവുകയും നമ്മൾ സ്നേഹിച്ചവർ നമുക്ക് എതിർപ്പുണ്ടാക്കുകയും നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ വഞ്ചിക്കുകയും നമ്മൾ കരുതിയവർ നമ്മെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് ഓടി മറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവൻ പറയുകയാണ്,
എനിക്ക് സഹിക്കാൻ കഴിയാതെ കൊണ്ട് എൻ്റെ ജീവിത സാഹചര്യം കഠിനമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഓടി മറഞ്ഞതെങ്കിൽ. എന്നാൽ ഈ പരിശോധനകൾ ദൈവം ദാവീദിനെ ശിക്ഷണത്തിൽ കൂടി നടത്തുകയായിരുന്നു എന്നുള്ളത് പിന്നീട് ദൈവാത്മാവിൽ അവന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾ വാസ്തവത്തിൽ ഒരു ദൈവവേദനെ ഒന്നിലെന്തെയും പറന്നു പോകാൻ, വിട്ടുപോകാൻ, സാഹചര്യത്തെ വിട്ട് എന്നേക്കുമായി മടങ്ങിപ്പോകാൻ നമ്മൾ എത്ര ആളുകൾ പറഞ്ഞിട്ട്, കർത്താവേ അങ്ങൊന്ന് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞ് ദീർഘശ്വാസം വിട്ടിട്ടുണ്ട്. പല ആളുകളുടെയും ഭക്തന്മാരുടെയും ജീവിതാനുഭവങ്ങളാണത്. രണ്ടാമത്തെ അനുഭവമാണ് പോരാടുക എന്നുള്ള 9 മുതൽ 15 വാക്യങ്ങൾ. അബ്ശാലോമിന്റെ ഗൂഢാലോചന വളരെ അധികം വിദൂരതയിലേക്ക് പോയി. ആ ഗൂഢാലോചന അതികഠിനമായ നിലയിലായി തീർന്നു. അവിടെ നാം വായിക്കുന്നത്, ദാവീദിന് തന്റെ എതിരാളികളെ മറികടക്കാൻ, വിജയിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം പിതാവിന് അദ്ദേഹത്തിനുള്ള ശത്രുക്കളെ മറികടക്കാൻ കഴിയാതെ വണ്ണം സ്വന്തം മകൻ അവന് വിരോധമായി ഗൂഢാലോചന ചെയ്തു, കൂട്ടുകെട്ടുണ്ടാക്കി. ഹി കുഡ് ഓൺലി ട്രൈ ടു സേവ് ഹിസ് ഓൺ ലൈഫ്. തന്റെ സ്വന്തം ജീവനെ രക്ഷിക്കാൻ മാത്രമേ അവന് സാധിച്ചു. നമുക്കറിയാമല്ലോ, ദാവീദ് അബ്രഹാമിന്റെ റിബല്യയിൽ കൊട്ടാരം വിട്ട് അദ്ദേഹം യോർദാൻ അക്കരയ്ക്ക് പോയി. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയെന്നാ വായിക്കുന്നത്. തന്റെ കാഴ്ചയിൽ പാപം നിറഞ്ഞ ഒരു പട്ടണവും അതുപോലെ തന്റെ സ്നേഹിതർ തനിക്കെതിരായി അണിനിരക്കുന്നതുമാണ് അദ്ദേഹം കണ്ടത്. ജനം മുഴുവൻ പാപം നിറഞ്ഞവരായി കണ്ടു. തന്റെ സ്നേഹിതരെല്ലാവരും തനിക്കെതിരായി അണിനിരക്കുന്നു. എന്നാൽ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ അവന്റെ ദൈവത്തിന് സാധിക്കുമായിരുന്നു. അബ്ശാലോമും അവന്റെ ആളുകളും അവരെ മത്സരികളായി ദൈവസന്നയിൽ ദൈവത്തിന്റെ ശിക്ഷണത്തിന് വിധേയപ്പെട്ട സമയം അതിക്രമിച്ചിരുന്നു. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ സായിൽ നിന്ന് ഓടി മറഞ്ഞതെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൂരവേ ഓടിപ്പോകാൻ ഒന്നിനിടയാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിന്ന് പോരാടുക. പക്ഷെ ആ പോരാട്ടത്തിൽ ദാവീദിന് അവന്റെ സ്നേഹിതരെല്ലാം എതിരാളികളായി തീർന്നു. നമ്മുടെ കർത്താവ് പോലും പറയുമ്പോൾ എന്റെ സ്നേഹിതൻ, എന്റെ കൂട്ടുകാർ അന്ധകാരമത്രേ എന്ന് പറയുന്നുണ്ട്. ആരും നമുക്ക് തുണ നിൽക്കാത്ത, ആരും നമ്മളെ ഗവനിക്കാത്ത, ആരും നമ്മളോട് വാത്സല്യം കാണിക്കാത്ത, ആരും നമ്മളോട് കരുണ കാണിക്കാത്ത കഠിനമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി പോരാട്ടം കഴിക്കുന്നു എന്ന് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മൂന്നാമത്തെ സാധ്യത, ഒന്നെങ്കിൽ ഓടിപ്പോവുക, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളോട് പോരാടുക. ഇത് രണ്ടും സാധിക്കില്ലെങ്കിൽ മൂന്നാമത് സാധിക്കുന്ന കാര്യമാണ് ഫ്ലൈ എബവ് അവർ ട്രയൽസ്. നമ്മുടെ പരിശോധനകൾക്ക് മീതെ പറന്നുയരുക. അതെങ്ങനെ? 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വാസ്തവത്തിലെ വലിയ കൊടുങ്കാറ്റ് അതിശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ഏത് വസ്തുക്കളെയും അത് നിലം പൊത്തുമാറാക്കും. ശക്തമായി കാറ്റ് ആഞ്ഞടിക്കുന്ന സമയത്ത് വൃക്ഷങ്ങൾ കടപൊഴുകി വീഴും. വൃക്ഷങ്ങളുടെ കൊമ്പുകൾ അത് ഒടിഞ്ഞ് താഴെ വീഴും. ആകാശത്തിൽ പറക്കുന്ന പറവകൾ ചിറകറ്റ് അത് താഴെ വീഴും. ഒരുമാതിരിപ്പെട്ടതിനെയൊക്കെ അത് നിലം പൊത്തിക്കും. എന്നാൽ കഴുകന് ഒരു പ്രത്യേകതയുണ്ട്. കാറ്റ് അതിനെ എന്ത് ചെയ്യുന്നറിയാമോ? ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകും. മറ്റുള്ള ചുറ്റുപാടിലുള്ളതെല്ലാം താഴേക്ക് നിപതിക്കുമ്പോൾ കഴുകനെ ഈ കൊടുങ്കാറ്റ് നേരെ മേലോട്ട് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നോക്കണം, ഒരേ കൊടുങ്കാറ്റ് പലതിനെയും താഴേക്ക് തള്ളിയിടുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? മേലോട്ട് കഴുകനെ ഉയർത്തിക്കൊണ്ടു പോകുന്നു. ഇങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി. നമുക്ക് വാസ്തവത്തിൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ കൊടുങ്കാറ്റ് കഴുകനെ അതിന്റെ പ്രതികൂല കാറ്റിൽ താഴോട്ട് അമർത്തി അതിന്റെ ചിറകറ്റ് താഴെ കൊണ്ടുവിടാതെ മേലോട്ട് ഉയർത്തിക്കൊണ്ടു പോകുന്ന പോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും നമ്മെ പറന്ന് ഉയരുവാൻ അധികമായി സഹായിക്കും. ദാവീദ് തന്റെ വികാര വശങ്ങളെയും തന്റെ ശത്രുക്കളെയും അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വളരെ ക്ഷീണമായി തോന്നി. പക്ഷേ അദ്ദേഹം വിശ്വാസത്താൽ കർത്താവിലേക്ക് നോക്കിയപ്പോൾ താൻ ബലവാനായി സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തനായി ദാവീദ് തന്നെ കണ്ടു. ദാവീദ് ദൈവസനയിൽ ജയഭേരി മുഴക്കി. അവൻ ഈ സാഹചര്യത്തെ അതിജീവിച്ചു, ജയാളിയായി. 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 16 വാക്യം
ഐ വിൽ കോൾ, ഞാൻ എൻ്റെ കർത്താവിനെ എന്ത് ചെയ്യും? വിളിച്ചപേക്ഷിക്കും. കഷ്ടതയുടെ നാളുകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. അങ്ങനെ തന്നെ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ ഉയരത്തുനിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് ഉത്തരമരളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ കോൾ അപ്പോൺ ഹിസ് നെയിം, ഞാൻ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. 2, ഐ വിൽ കാസ്റ്റ്, അതിൻ്റെ 22-ാം വാക്യം, ഞാൻ എൻ്റെ ഭാരം അവൻ്റെ മേൽ ഭരമേൽപ്പിക്കും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. താങ്ങാനാവാത്ത ജീവിതഭാരങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചിറകുകളെ അമർത്തി താഴ്ത്തി ഭൂമിയോളം അതിനെ പതിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ നമ്മുടെ മേ ആഞ്ഞടിക്കുമ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൽ തന്റെ ഭാരങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി. 3-ാമത് എന്ത് ചെയ്യും? അവൻ പറഞ്ഞു 23-ാം വാക്യം, ഐ വിൽ ട്രസ്റ്റ്, ഞാൻ യഹോവയിൽ ശരണപ്പെടും. ഐ വിൽ കോൾ, ഞാൻ വിളിച്ചപേക്ഷിക്കും. ഐ വിൽ കാസ്റ്റ്, ഞാൻ അവനെ മേൽ ഭരമേൽപ്പിക്കും. 3, ഐ വിൽ ട്രസ്റ്റ്, ഞാൻ അവനിൽ ആശ്രയിക്കും. വാസ്തവത്തില് ദൈവം നമുക്ക് നൽകുന്ന ഭാരങ്ങളെ നമ്മളെന്ത് ചെയ്യുന്നു? ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ജീവിതഭാരങ്ങളെ, പ്രതികൂലങ്ങളെ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ച് ദൈവത്തിൽ ഭരമേൽപ്പിക്കുക, കർത്താവിൽ ഭരമേൽപ്പിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു എന്ന് പറഞ്ഞതിന് പകരം ദൈവം നമുക്ക് കഴുകനെ പോലെ ഈ ജീവിത സാഹചര്യത്തിന്റെ കാറ്റിനെതിരെ പറന്ന് ഉയരാനുള്ള അനുകൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പരിശോധനകളില്ലാത്ത ക്രിസ്തീയ വിശ്വാസികളില്ല. ഏത് ദൈവഭക്തന്മാർക്കും പരിശോധനകളുണ്ട്. ഒരാളുടെ ജീവിതത്തിന്റെ പരിശോധനയുടെ വലിപ്പം മനസ്സിലാക്കുന്നത് അവനുള്ള ആത്മീയ കാഴ്ചപ്പാടിന്റെയും ദർശനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ ആത്മീയ ദർശനം വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്കുള്ള പരിശോധനയും വളരെ വലുതായിരിക്കും, ശത്രുതയും വളരെ വലുതായിരിക്കും, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മറ്റുള്ളവരെക്കാൾ വളരെ വലുതായിരിക്കും. സകലരും നിങ്ങളെ നോക്കി ഇവൻ എന്തോ തകരാറുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ദാവീദിനെ കണ്ടു ആളുകൾ പറഞ്ഞു, ഇവനെ യഹോവയെങ്കിലും രക്ഷയില്ല എന്നവനെക്കുറിച്ച് പലരും പറഞ്ഞു. എന്നാൽ മനസ്സിലാക്കുക, യോസേപ്പിന്റെ ദർശനത്തിന്റെ വലിപ്പമനുസരിച്ചാണ് യോസേപ്പിന്റെ ശത്രുതയും എതിർപ്പും ഉണ്ടായത്. പ്രിയ ദൈവവേദലേ, നിന്റെയും എന്റെയും ജീവിതത്തിന്റെ ദർശനങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് വളരെ വലുതാണെങ്കിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ വലുതായിരിക്കും. മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനയും എതിർപ്പുകളും വളരെ വലുതായിരിക്കും. ഒറ്റപ്പെടലിന്റെ അനുഭവം വളരെ വലുതായിരിക്കും. പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ ഞാൻ പറന്നുപോയി പണ്ടേ വിശ്രമിക്കുമായിരുന്നു എന്ന് പറയത്തക്ക നിലയിൽ വളരെ വലുതായിരിക്കും അത്. എങ്കിലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ജീവിത പരിശോധനയിൽ 3 മാർഗങ്ങൾ. ഇതിലേതെങ്കിലും ഒന്നിലേക്കൊരു വിശ്വാസി പോകും. ഒന്നിൽ പറന്നു പോകും, അല്ലെങ്കിൽ പറന്നു പോകാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പോരാടി നിൽക്കും, അതുമല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്ക് മീതെ പറന്ന് ഉയരും, ഇയാളിലായിത്തീരും. അതിന് സഹായിക്കുന്ന 3 കാര്യങ്ങളാണ്: ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നമ്മുടെ ജീവിത ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ദൈവത്തെ ഭരമേൽപ്പിക്കുക, 3 കർത്താവിൽ ആശ്രയിക്കുക. ദൈവമായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.